السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் പറഞ്ഞു, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി, രണ്ട് നിഅമത്തുകൾ, മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധിക ആളുകളും ആ നിഅമത്തിൻ്റെ വിഷയത്തിൽ വഞ്ചിതരാണ് എന്ന് പറഞ്ഞാൽ അത് ഗൗനിക്കാത്ത ആളുകളാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഇബ്രാഹിമിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾ നിങ്ങളൊന്ന് എണ്ണി നോക്കാൻ നിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുകയില്ല, ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയേയില്ല. അള്ളാഹു എന്ത് നിഅമത്ത് തന്നാലും അതിനൊക്കെ തിരിച്ച് ശുക്ർ ചെയ്യാന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പോലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന് ശുക്ർ ചെയ്യാം? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വരുന്ന കുറഞ്ഞ രൂപത്തിലുള്ള ശുക്ർ കൊണ്ട് അവൻ ചെയ്ത വമ്പിച്ച നിഅമത്തുകൾക്ക് അവൻ തൃപ്തിപ്പെടുത്തതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് ഏതൊക്കെയാണ് ആ രണ്ട് നിഅമത്തുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിഹ്ഹതു, അതിലൊന്നാമത്തത് ആരോഗ്യം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇബാദത്തുകൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യാനും മറ്റുള്ള സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയും എല്ലാം ആ ആരോഗ്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലോ മറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ആരോഗ്യം കാരണത്താൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുക. അതിന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അനുവദനീയമാണ്, അത് ചെയ്യേണ്ടുന്നതുമാണ്. അത് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വ്യായാമത്തിൽ വരുന്നതാവട്ടെ, അങ്ങനെ തുടങ്ങി എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അത് കേവലം എന്ത് ചെയ്യാൻ പാടില്ല, ഭൗതികതയാകരുത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആ ഒരൊറ്റ നിയ്യത്തിലാണ് എങ്കിൽ അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമെന്നുമാണ്. രണ്ടാമത് പറഞ്ഞത് വൽ ഫറാഹു, ഒഴിവു സമയങ്ങൾ എന്നാണ്. ഒരുപാട് ഒഴിവു സമയങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കിട്ടും. ആ ഒഴിവു സമയങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിലായി കൊണ്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും, പിന്നെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിയുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ ദീനിയായിട്ട് എന്തെങ്കിലും ഖിദ്മത്തുകൾ ചെയ്യാൻ കഴിയുന്നവരുണ്ടാകും. നല്ല കാര്യത്തിൽ, അതായത് നമുക്ക് ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളിലായിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഒഴിവു സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇനി നമ്മളുടെ മുമ്പിലേക്ക് 10-12 ദിവസങ്ങൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പരിശുദ്ധമായ റമദാനാണ്. ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ആ റമദാനിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒഴിവു സമയങ്ങളെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് നിഅമത്തുകളെയും, ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഒഴിവു സമയത്തെയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.